നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വേക്കൻസി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന ഒരു സംഘടനയിലേക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ തന്നെയാണ്. ആ ഒരു സൊസൈറ്റിയിലേക്ക് പുതിയ ഒരു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസിനെ നിയമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വർക്ക് എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇത് അതിൻ്റെ സൈറ്റാണ്, വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരും. നോട്ടിഫിക്കേഷനിലാണ് ആ ഒരു വേക്കൻസി വന്നത്. ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആൾറെഡി. അപ്പോൾ ആ ഒരു ഇതാണ് വേക്കൻസിയുടെ ഒരു വാർത്താക്കുറിപ്പാണ് വായിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിൻ്റെ കേന്ദ്രാവികൃഷിത പദ്ധതികളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയ സ്വതന്ത്ര സംവിധാനമാണ് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരള. വിവിധ സ്കീമുകളുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് 14 ജില്ലകളിലെ വിവിധ ബ്ലോക്കുകളിൽ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺമാരുടെ നിലവിൽ ഏതാനും ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺമാർക്ക് 30 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. പരിശീലനകാലം ഡ്യൂട്ടിയായി പരിഗണിക്കുന്നതാണ്. പ്രതിമാസം ഹോണറേറിയം മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത് നിലവിൽ 19,290 രൂപയാണ്. ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്നതിന് ബാധ്യസ്ഥരായിരിക്കും. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുള്ള മിനിമം യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള 55% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. അപേക്ഷകർക്കുള്ള പ്രായപരിധി 2026 ജനുവരി 1 35 വയസ്സ് കഴിയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് 5 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. സാമൂഹ്യ സന്നദ്ധ സേവന മേഖലയിലെ പരിചയം അഭികാമ്യ യോഗ്യതയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 2026 ജനുവരി 20 ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുള്ള ലിങ്ക് വഴിയോ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരളയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. ലിങ്ക് വേണ്ട ആളുകൾ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അതല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും PG ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം മതി. അതുപോലെ 55% മാർക്ക് വേണമെന്നുള്ള കാര്യം കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ജോബ് വേക്കൻസിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.